ഒരു സെക്കുലർ ചാനലിലാണെങ്കിൽ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷയുടെ ഗൗരവം എന്താകുമായിരുന്നറിയാമോ? ഒരുപക്ഷേ ഈ ചാനലിൻ്റെ ആളുകൾക്ക് ക്രിസ്തീയമായ മനോഭാവവും അതിൻ്റെ അറിവും ഒക്കെ ഉള്ള ആളുകളാണ്. അതുകൊണ്ട് ഒരുപക്ഷേ സജിത്തിനോട് കുറെ കൂടി വിട്ടുവീഴ്ച അവർ ചെയ്തു കാണും. ഇപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഏറ്റിരിക്കുന്ന ഒരു മുറിവാകണം ഇങ്ങനെ പ്രതികരിക്കാനൊക്കെ ഉള്ള കാരണം. ഏതായാലും ഇത് നന്നല്ല, ഇത് ഗുണപരമല്ല. നാളെങ്കിലും സജിത്ത് ചർച്ചകളിൽ പങ്കെടുക്കണം, അറിവ് നേടണം, സജിത്തിന് സത്യമെന്ന് തോന്നുന്നതിനെ പ്രചരിപ്പിക്കണം, ആത്മാർത്ഥത്തോടെ നിൽക്കണം. അതൊന്നും ഒരു തെറ്റല്ല. പക്ഷേ ഇതിന് സ്വീകരിച്ച വഴി വളരെ തെറ്റായിപ്പോയി. അതിന് സ്വീകരിച്ച ആ സമീപനം വളരെ തെറ്റായിപ്പോയി. സജിത്തിനെ വിശ്വസിച്ചവരോടുള്ള കാട്ടിയ അനാദരവായിട്ട് ഞാനിതിനെ കാണുന്നു. ഒപ്പം തന്നെ കർത്തൃമേശ എന്താണ്, സ്നാനം എന്താണ്, അതിൻ്റെ വേദശാസ്ത്രപരമായ അടിസ്ഥാനം എന്താണ്, ഇതൊക്കെ തെറ്റിപ്പോയി. ഒപ്പം സജിത്തിനെല്ലാം ടെക്സ്റ്റായിട്ട് എടുക്കുന്നത് POC ബൈബിൾ നോക്കാം, വേറൊരു ബൈബിൾ നോക്കാം. ഇത് അടുത്തൊരാൾ ബൈബിൾ പറയുമ്പോഴേക്ക് സജിത്ത് അവർക്ക് പറയാനുള്ളത് കയറി പറഞ്ഞ് സജിത്തിന് ഇഷ്ടപ്പെട്ടൊരു പദം എവിടുന്നോ കൊണ്ടുവെക്കുകയാണ്. സജിത്ത് ആധാരമായി എടുക്കേണ്ടത് ആധാര ഭാഷകളാണ്. സജിത്ത് തയ്യാറുണ്ടോ? ബൈബിളിലെ ആധാര ഭാഷകളെ ആസ്പദമാക്കിയിട്ടുണ്ട്. 3 വിധ ഭാഷകൾ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ബൈബിൾ ചിന്തകന്മാർ അതിൻ്റെ എഴുതപ്പെട്ട മൂലരൂപങ്ങൾ സജിത്തിനറിയാം. പഴയ നിയമം എബ്രായ ഭാഷയിലും പുതിയ നിയമം ഗ്രീക്കിലും എഴുതിയിട്ടുണ്ട്. ചില ഭാഗങ്ങൾ അരാമിക്കിലാണ്. ഈ 3 ഭാഷകളിൽ താങ്കൾ പറയുന്ന വാക്യങ്ങൾ ഉദ്ധരിച്ച് സംസാരിക്കുവാൻ സജിത്തിനോ സജിത്തിൻ്റെ അനുഗാമികൾക്കോ സജിത്തിന് പിന്തുണ നൽകുന്ന ആർക്കെങ്കിലും തയ്യാറുണ്ടെങ്കിൽ ഞാൻ സ്നേഹപൂർവ്വം വെല്ലുവിളിക്കുന്നു. സഹോദരൻ മുൻപോട്ട് വരണം. നമുക്ക് ആ എഴുതപ്പെട്ട ടെക്സ്റ്റിനെ ആസ്പദമാക്കിക്കൊണ്ട് ചർച്ച ചെയ്യണം. താങ്കൾ സൂചിപ്പിച്ച ക്രിസ്തുവിൻ്റെ ശരീരം, കൊരിന്ത്യലേഖനത്തിലെ പദപ്രയോഗങ്ങൾ, സ്നാനം ഇത്യാദി വിഷയങ്ങളുടെ മൂലരൂപങ്ങളുണ്ട് എന്ന് ഗ്രഹിച്ചുകൊണ്ട് അത്തരമൊരു ചർച്ചയ്ക്ക് തയ്യാറുണ്ടെങ്കിൽ ഇത് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിപ്പിക്കുന്ന ഒരു എളിയ സഹോദരൻ എന്ന നിലയിൽ എൻ്റെ അറിവും എൻ്റെ പ്രാപ്തിക്കും മുമ്പിൽ സജിത്തിനും സഹകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ, സജിത്ത് അറിവില്ലാത്ത ആളായി ഞാൻ കാണുന്നില്ല. സജിത്തിന് അർഹിക്കുന്ന ബഹുമാനം തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെങ്കിൽ അതിന് സജിത്ത് തയ്യാറാകണം. വചനം പിശാചിനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. സജിത്ത് തെറ്റിദ്ധരിക്കരുത്. ഞാൻ താങ്കളെ പിശാചിനോട് തുലനം ചെയ്യുകയല്ല. അത്തരമൊരു നീതിബോധത്തിൽ നിന്ന് സ്വയം ഞാൻ ന്യായീകരിക്കുകയല്ല. നടപ്പിൽ നീതികേട് കാണുന്നത് വരെ അവൻ നിഷ്കളങ്കനായിരുന്നു. ആ പ്രയോഗം ശ്രദ്ധിക്കുക. നീതികേട് കാണും വരെ അവൻ നിഷ്കളങ്കനായിരുന്നു. ഭരണത്തിന് അധീനമായ പാവസ്ഥയിൽ തന്നെ ആര് വെടിവെക്കും എന്ന് പറഞ്ഞ മറുപടി പറഞ്ഞു.